ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. STR വെച്ചിട്ട് വെറ്റുമാരനെ അടുത്തായിട്ട് പടം എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിന് വേണ്ടിയിട്ട് STR 10 കിലോനാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ വിശാലിന് 35ാമത്തെ പടം, വിശാൽ 35. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ ചെന്നൈയിൽ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 45 ദിവസത്തെ ഷൂട്ടാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പടത്തിൽ മ്യൂസിക് എന്ന ജി പ്രകാശ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൽ നായിക എത്താൻ പോകുന്നത് ദുഷര വിജയനാണ്. അപ്പോൾ എന്തായാലും സ്റ്റിൽസോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നിതിലും സംവിധായകൻ രജനീകാന്തിനോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. എന്തായാലും അതിന്റെ ഫൈനൽ സ്ക്രിപ്റ്റ് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. മിക്കവാറും ജയിലർ 2 ശേഷം അടുത്തായിട്ട് രജനീകാന്തിന്റെ വരാൻ പോണോടെ നിതിലും സംവിധാനമായിരിക്കും മിക്കവാറും എടുക്കേണ്ടാവുക. പിന്നെ വിജയ് നെല്ലിസും അലൻസിയറും മെയിൻ കഥാപാത്രം എത്തുന്ന വേറെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്നാണ് റിലീസിന് എത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു തിയേറ്റർ ലിസ്റ്റിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലോ എന്ന പടത്തിന്റെ റീ റിലീസ് വേണ്ടി നടക്കാൻ പോവാണ്. ജൂലൈ 21 ഹൈദരാബാദിൽ വെച്ചിട്ട് ശില്പകല വേദിക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഹൗസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. പിന്നെ തലവൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ ആയിട്ടാണ് തോന്നി, വലിയ സംഭവമായിട്ടാണ് തോന്നിയില്ല. പിന്നെ ബജ്രംഗി ഭായ്ജാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൽമാൻ ഖാൻ കുറച്ച് ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ട്. അതിലത്തെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ റെഡ് ഫ്ലവർ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജയസ്ക എന്ന് പറഞ്ഞ പടം ഞാൻ റിലീസിന് എത്തിയ തിയേറ്ററിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്തായാലും താഴെ അഭിപ്രായം പറയാം പടത്തിന്റെ. പിന്നെ പർദ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ യാത്ര നരയസ്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പടം ഓഗസ്റ്റ് 22 ഞാൻ റിലീസാകാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാലിക് എന്ന് പറഞ്ഞ പടം ആറി സൂണ്ടി 21 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു ഇന്ത്യയിൽ നിന്ന്. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞ പടത്തിലത്തെ വാട റസ്കുലു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മെട്രോ എന്ന് പറഞ്ഞ പടം 13 ദിവസം കൊണ്ട് 45.96 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അത് 3.5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആന്ധ്ര കിങ് താലൂക്ക എന്ന് പറഞ്ഞ സെക്കൻഡ് സിംഗിൾ, അത് ജൂലൈ 18 വരുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്ന് വരുന്നുള്ളത്. അപ്പോൾ അതിന്റെ പേര് നോവിന്റെ ചാല എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് ഇന്ന് 5-4 വരിക എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ബോയ് കാർത്തിക് എന്ന് പറഞ്ഞ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ടി സീരീസ് ആണെന്ന് അറിയിച്ചു. പിന്നെ ദ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള പടം ക്രിസ്റ്റഫർ നോളൻ എടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ ബുക്കിംഗ് USA ഇപ്പോൾ തന്നെ തുടങ്ങി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു വർഷം മുന്നേ തന്നെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഐമാക്സിന്റെ ആണ്. പിന്നെ രാമായണം എന്ന് പറഞ്ഞ പടത്തിന്റെ ബഡ്ജറ്റ് 1400 കോടിയുടെ അടുത്തൊക്കെ എന്നുള്ള മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് 4000 കോടി എന്നുള്ള ലെവലിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല 4000 കോടിക്ക് ഈ പടം വരുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക ഇതിനെക്കുറിച്ചിട്ട്. പിന്നെ തമ്മോട് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. ആർക്കും വേണ്ടാതുണ്ട്, അതുകൊണ്ട് തന്നെ OTT റിലീസ് ആകാൻ പോവാണ് ഓഗസ്റ്റ് 1. അത് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പണി എന്ന് പറഞ്ഞിടത്തിന്റെ 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പണി 2 ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതിന്റെ പേര് ഡിലക്സ് എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ജോജി ജോർജൻ ആയിരിക്കും അതിൽ മെയിൻ കഥാപാത്രം എത്തുക. പക്ഷേ ഈ പടം എന്ന് പറയുന്നത് ഒരു വേറെ പടം പോലെ തന്നെ എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പണി എന്ന് പറഞ്ഞിടത്തിനായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഇതിൽ ജോജി ജോർജിന്റെ പേര് ഡിലക്സ് ബെന്നി എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഷൂട്ട് 2025 ഡിസംബറിൽ തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ടോർപേഡ എന്ന് പറഞ്ഞിട്ടുള്ള തരമൂർത്തി എടുക്കുന്ന പടം ഈ പടത്തിന് പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നസ്ലിന്, അർജുൻ ദാസ്, ഗണപതി, ഫഹദ് വാസിലൊക്കെ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന പടമാണ്. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടം RJ ബാലാജി എടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് തിങ് മ്യൂസിക് എടുത്തതെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സായി അഭ്യൻകറാണ് പടത്തിൽ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ RJ ബാലാജി ഒരു പുതിയ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ. എന്തായാലും ഇതിന്റെ ടീസർ വരുന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടായിരുന്നു. ജൂലൈ 23 സൂര്യയുടെ വാർത്തയായിട്ട്. അപ്പോൾ അത് വരുന്നുള്ളതിനെ തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അടുത്തൊരു സംഭവം വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആള് ഫോട്ടോ പങ്കുവച്ചിട്ടുള്ളത്. പിന്നെ സൂര്യയുടെ 47ാമത്തെ പടം സൂര്യ 47, അത് ജിത്തു മാധവ് എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പടത്തിൽ മോഹൻലാൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി നായികയായിട്ട് ശ്രദ്ധ കപൂർ വരുന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം വരില്ലേ എന്താണ്ടാവും എന്നുള്ളതൊക്കെ. പിന്നെ മദ്രാസിൽ നിന്ന് കണ്ടിട്ടുള്ള പടം AR മുരുകദാസ് അടുത്തായിട്ട് എടുക്കുന്ന പടമാണ് സിക്കന്ദർ എന്ന് പറഞ്ഞതിന് ശേഷം. എന്തായാലും ഈ പടം ഇനി ഇറങ്ങാൻ 50 കോടിയുള്ളതെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ അടുത്ത ആഴ്ചയിൽ പുറത്തിറങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീര വരുന്നു പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ 5 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞതിന് കുറച്ച് സ്റ്റിൽസ് കാണിച്ചിരുന്നു. അതൊരു വീഡിയോ ഒരു പുറത്തിറക്കിയിട്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്റ്റിൽസ് ആയിരുന്നു. എന്തായാലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവെക്കുക. പിന്നെ പടത്തിന്റെ ബഡ്ജറ്റ് പറഞ്ഞു കേൾക്കുന്നത് 40 കോടിയാണ്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട് 1-ന്റെയും 2-ന്റെയും ബഡ്ജറ്റ് വെച്ച് കൂട്ടി കഴിഞ്ഞാലും ഇതിന്റെ ബഡ്ജറ്റ് എത്തൂല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും 40 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിൽ നോർത്ത് ഇന്ത്യയിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് പെൻ മരുത എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ അമേരിക്കാന്റെ ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഗംഭീര സ്റ്റിലായിട്ട് തന്നെ തോന്നി. ഗണ്ണ കുടിച്ചിട്ടുള്ളിൽ. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ റൈറ്റ്സ് വലിയ തുകക്കാണ് ചോദിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 12 കോടിക്ക് പോയി എന്നുള്ളതാണ് കേൾക്കുന്നത് കേരള റൈറ്റ്സ്. അത് ആരെടുത്തിട്ടുള്ള എന്നുള്ള കൺഫേം ആയിട്ടൊന്നുമില്ല. ശ്രീഗോകുലം മൂവീസ് അല്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. സാധാരണ ശ്രീഗോകുലം മൂവീസ് ആണ് എടുക്കാറ്. എന്തുണ്ടായെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. എന്തായാലും ഏറ്റവും വലിയ തുകക്ക് ഇവിടെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവിജയുടെ പടമാണ് 17 കോടിക്ക്. പിന്നെ ലീവ് വേണം 16 കോടിക്ക്. പിന്നെ 2 പോയിന്റ് വേണം 14 കോടിക്ക്. പിന്നെ 4ാം സ്ഥാനത്താണ് കൂലി എടുക്കുന്നത് 12 കോടിയായിട്ട്. 5ാം സ്ഥാനത്ത് ബാഹുബലി 2 ഉണ്ട് 10.5 കോടിയായിട്ട്. എന്തായാലും കൂലി എന്ന് പറഞ്ഞ ഗംഭീരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന് ട്രെയിലർ വരുമെന്ന് പറഞ്ഞാലും അത് ഈ ജൂലൈ 23 അല്ലെങ്കിൽ 24 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് 24 ആയിരിക്കും വരിക എന്നുള്ളതാണ്. എന്തായാലും നോക്കി നോക്കാം എന്ന് വരിക എന്നുള്ളത്. പിന്നെ പടത്തിന്റെ ട്രെയിലറിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് ആയിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്യാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.